പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവും അതുപോലെ തന്നെ ഏതാണ്ട് 41 വർഷം മുമ്പ് നടന്ന മറ്റൊരു കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം 3 പേരോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും അതുപോലെ 3 പേരോടുള്ള അടങ്ങാത്ത പകയുമെന്ന് പ്രതിയുടെ മൊഴി. 41 വർഷം മുമ്പ് വയനാട് ബത്തേരിക്കടുത്ത് വാഗേരിയിൽ ഇതേ രീതിയിൽ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. കൂട്ടക്കൊലയ്ക്ക് കാരണം 3 പേരോടുള്ള അമിത സ്നേഹവും മറ്റ് 3 പേരോടുള്ള അടങ്ങാത്ത പകയുമെന്ന് അഫാൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരിക്കുന്നു. കടം കാരണം ജീവിക്കാനാവാതെ വന്നതോടെയാണ് മാതാവിനെയും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. കടുത്ത പ്രതിസന്ധിയിലും ആഭരണമോ പണമോ നൽകി സഹായിച്ചില്ലെന്നതായിരുന്നു മുത്തശ്ശി സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരോടുള്ള പകയ്ക്ക് കാരണം. പണം കടം വാങ്ങി ദൂർത്തടിക്കുന്നുവെന്ന പേരിൽ ലത്തീഫ് വഴക്ക് പറയുകയും ഉപദേശിക്കുകയും ചെയ്തു. 1.5 ലക്ഷം രൂപയോളം ലത്തീഫ് മുൻപ് നൽകിയിരുന്നു. കൂടുതൽ പണം ചോദിച്ചെങ്കിലും പിന്നീട് നൽകാൻ തയ്യാറായില്ല. ഇതൊക്കെയാണ് ലത്തീഫിനോട് പ്രതിക്ക് കടുത്ത വിരോധമുണ്ടാകാൻ കാരണം. കടക്കാരുടെ ശല്യം രൂക്ഷമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത നിലയിലായിരുന്നു പ്രതി. മാതാവിന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ല. മാതാവിനെയും അനുജനെയും ഒറ്റയ്ക്കാക്കാനുള്ള മനസ്സും വന്നില്ല. താനില്ലാതെ ഫർസാനയും ജീവിക്കണ്ട എന്നതായിരുന്നു പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള മറ്റൊരു കാരണം. ഫർസാന അനാഥയാവുമെന്നതായിരുന്നു അഫാന്റെ വാദം. ആദ്യം മാതാവിനെ, അവസാനം അനുജനെ കൊന്നത് ഇങ്ങനെയായിരുന്നു. ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാതാവ് ഷെമിയെയാണെന്ന് അഫാൻ മൊഴി കൊടുത്തിരിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 11ഓടെ കഴുത്തിൽ ഷാൾ ചുറ്റി ശ്വാസമുട്ടിച്ച് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മരിച്ചെന്ന് കരുതി മുറി പൂട്ടിയ ശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പ്രതി നടത്തിയത്. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി പണയത്തിന് സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 1400 രൂപ കടം വാങ്ങി. തുടർന്ന് ബാഗ്, ചുറ്റിക, എലിവിഷം എന്നിവ 3 കടകളിൽ നിന്ന് വാങ്ങുന്നു. ഇത് പോലീസ് പരിശോധിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ചിട്ടില്ലെന്ന് കാണുന്നത്. തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് മുഖത്തും തലയിലും അടിച്ചു വീഴ്ത്തി. തുടർന്നാണ് പാങ്ങോട്ടുള്ള മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലെത്തുന്നത്. അവരെ തലക്കടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുത്തു. തിരിച്ച് വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലെത്തി 74,000 രൂപയ്ക്ക് പണയം വെക്കുന്നു. ഇതിൽ നിന്ന് 40,000 രൂപ കടം വാങ്ങിയ ആൾക്ക് അയച്ചു നൽകുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി മദ്യപിക്കുന്നു. ഇവിടെ നിന്ന് മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയത്. ഈ സമയത്താണ് പെൺസുഹൃത്തായ ഫർസാനയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. മദ്യലഹരിയിലായ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് ഈ സമയത്തായിരുന്നു. ഈ സമയത്ത് വീട്ടിലേക്ക് വന്ന അനുജനെ ഒഴിവാക്കാനാണ് കുഴിമന്തി വാങ്ങാനായി ഓട്ടോയിൽ പറഞ്ഞു വിടുന്നതും. എന്തൊരു പ്ലാനിംഗ് ആണ് അയാളുടെ കൊലപാതകം. ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം താൻ വിഷം കഴിച്ചതായാണ് അഫാന്റെ മൊഴി. ആഹാരം വാങ്ങി തിരിച്ചെത്തിയ അഫ്സാനെ കൊലപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും മദ്യപിച്ച ശേഷമാണ് ഓട്ടോ വിളിച്ച് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയതെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന് മൊഴി നൽകിയതെന്നും പറയുന്നു. വെഞ്ഞാറമൂട് മോഡൽ കൊലപാതകം മുമ്പും നടന്നിരുന്നു. അന്ന് വിധി തൂക്കുകയറായിരുന്നു. ഒരു ക്രൂര കൊലപാതക കഥ. വെഞ്ഞാറമൂടിൽ ഉറ്റബന്ധുക്കളായ 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ എന്ന 23-കാരന്റെ ക്രൂരതയിൽ തരിച്ചു നിൽക്കുകയാണ് ഇന്ന് മലയാളികൾ. പ്രതിയെ തൂക്കിക്കൊള്ളണമെന്നതടക്കമുള്ള കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാണാം. ഇതുപോലൊരു കൊലപാതക വാർത്ത മലയാളികൾ മുമ്പ് കേട്ടിട്ടുണ്ട്. 41 വർഷം മുമ്പ് വയനാട് ബത്തേരിക്കടുത്ത് വാഗേരിയിൽ നിന്ന് 1984 ജനുവരി 27 രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതിയായ ബാലകൃഷ്ണൻ 5 മണിക്കൂറിനിടെ കൊലപ്പെടുത്തിയത് ബന്ധുക്കളായ 4 പേരെയായിരുന്നു. ബാലകൃഷ്ണന്റെ ബന്ധുവായ നാരായണൻ ചെട്ടി, ഭാര്യ ദേവകി, മകൻ ശ്രീധരൻ, മകൾ ജയശ്രീ എന്നിവരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. നാരായണ ചെട്ടിയുമായുള്ള സാമ്പത്തിക തർക്കങ്ങളും പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചു നൽകാത്തതിലുള്ള വൈരാഗ്യവുമാണ് അന്ന് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. രാത്രി 9:45ഓടെയായിരുന്നു ബാലകൃഷ്ണന്റെ ക്രൂരകൃത്യത്തിന് തുടക്കമാവുന്നത്. ബന്ധുക്കളിൽ ഒരാൾക്ക് അസുഖം മൂർച്ഛിച്ചെന്ന് പറഞ്ഞ് നാരായണൻ ചെട്ടിയുടെ വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. ആദ്യം കൊണ്ടുപോയത് നാരായണൻ ചെട്ടിയെ 1/2 കിലോമീറ്റർ അകലെയുള്ള വയലിലെത്തി വകവരുത്തി. പിന്നിൽ നിന്ന് കഴുത്തിൽ കയർ കുരുക്കി ശ്വാസം മുട്ടിച്ച ശേഷം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കിയായിരുന്നു അന്നത്തെ കൊലപാതകം. 4 പേരെ കൊന്ന ശേഷം വീട്ടിലെ 15ഉം 13ഉം വയസ്സുള്ള കുട്ടികളെ കൂടി വകവരുത്താൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാരായണ ചെട്ടിയെ കൊന്ന് വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമാണ് ദേവകിയെയും മകളെയും കൊണ്ടുപോകുന്നത്. കയ്യിൽ കിട്ടിയ പണവും സ്വർണവും എല്ലാം അപഹരിച്ചു.
ബാലകൃഷ്ണനെ പിന്നീട് പോലീസ് പിടികൂടി. പ്രതിക്ക് കടുത്ത കുറ്റവാസനയെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. 4 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ 1994 മാർച്ച് 16 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പ്രതിയെ തൂക്കിലേറ്റി. ചെകുത്താൻ ജന്മം എന്ന് വിളിച്ച ബന്ധുക്കൾ ബാലകൃഷ്ണന്റെ മൃതദേഹം സ്വീകരിക്കാൻ പോലും എത്തിയില്ല. ബാലകൃഷ്ണൻ എന്ന 25-കാരൻ അത്തരമൊരു കൃത്യം ചെയ്യുമെന്ന് വിചാരിച്ചതേയില്ലെന്ന് നാട്ടുകാർ ഇന്നും പറയുന്നുണ്ട്. വെഞ്ഞാറമൂടിലെ ക്രൂരകൃത്യം അറിഞ്ഞവരിൽ ചിലരെങ്കിലും വാഗേരിയിലെ കൊലയെ ബാലകൃഷ്ണൻ എന്ന കുറ്റവാളിയെയും പറ്റി ഓർക്കുന്നുണ്ടാകും. ഈ 2 ക്രൈം സ്റ്റോറികളും ഒരേ മാതൃകയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്രൈം സ്റ്റോറിയിൽ ഈ 2 കൊലപാതകങ്ങളും ഒരേ രീതിയിൽ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ പൂർണ്ണമായും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.